ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ പിന്നിട്ട ആഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിശ്വാസഗോളത്തെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരാഴ്ചയാണ്. നിങ്ങൾ എത്ര പേര് അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പഴയ കാലം പോലല്ല ഇപ്പോഴത്തെ കാലം. എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഒരിടത്തുണ്ടായാലും വളരെ വേഗത്തിൽ ഈ യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും അത് വ്യാപിക്കും. ആ നിലയിൽ വേർപെട്ട ഒരു വിശ്വാസ സമൂഹത്തിൽ പണത്തിനു വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളും, അത് പണം കൊടുക്കാത്തവരെ ശപിക്കുന്നതും ഒക്കെയായ ചില കാര്യങ്ങളും, അതിനെ തുടർന്ന് വേർപെട്ട വിശ്വാസ സമൂഹങ്ങളെല്ലാം ഇതുപോലാണ്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയുള്ള ആ നിലയിലുള്ള ശ്രമത്തിലാണ് എന്നൊക്കെ മുദ്ര കുത്തി ഈ സമുദായ സഭകള് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്ത ഒരാഴ്ചയാണ് ഈ കടന്നുപോയത്. എൻ്റെ അടുത്തേക്ക് പല സഹോദരന്മാര് വന്നു. അവർ പലരും വളരെ വിഷമത്തിലാണ് വന്നത്. അവരെ ചിലർ ചോദിച്ചത്, ഞങ്ങള് സമുദായ സഭകളൊക്കെ വിട്ട് ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ ഇപ്പോ ഈ വിശ്വാസ സഭകളെല്ലാം തട്ടിപ്പുകാരാണ് എന്നുള്ള നിലയിൽ കേരളത്തിലെ മലയാളിയുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു കാട്ടുമ്പോൾ എന്താ ഞങ്ങളുടെ സ്റ്റാൻഡ് എവിടെയായി? നമ്മൾ എന്താ പറയേണ്ടത് എന്നുള്ള നിലയിൽ വളരെ വിഷമത്തോടെ പല പ്രിയപ്പെട്ടവരും സംസാരിക്കാനായിട്ട് വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന കാലം അത് കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കഴിയുമെങ്കിൽ കർത്താവിനെ പിന്തുടരാൻ ആഗ്രഹമുള്ളവരെ ആ നിലയിലേക്ക് വിടാതെ പുറകോട്ട് വലിക്കാനും ഒക്കെ പിശാച് പല നിലയിലുള്ള തന്ത്രങ്ങൾ കൊണ്ടുവരാം. അപ്പൊ അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് വേണം? നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് ഒരു വ്യക്തത ഉണ്ടാകണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഇനിയും കൂടിക്കൂടിയേ വരുള്ളൂ. അതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ചഞ്ചലിച്ചു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ എന്തിൽ പിടിച്ചാണ് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രാഥമികമായി നമ്മളുടെ ഈ സഭ ആരംഭിച്ച കാലത്ത് മുതൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടായാൽ സത്യത്തിൽ ഇനിയും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചഞ്ചലിച്ചു പോവുകയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതിലൂടെ ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ പുതുതായിട്ട് പല ആളുകളും വരുമ്പോൾ അവരും ഈ കാര്യത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായില്ലെങ്കിൽ പിശാച് അവരുടെ ചെറിയ ആത്മീയ താല്പര്യങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളത് കൊണ്ടാണ് അതേക്കുറിച്ച് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഞാൻ അതിൻ്റെ തുടക്കമായിട്ട് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ദയവായിട്ട് എല്ലാവരും നോക്കണേ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇവിടെ കർത്താവ് നമ്മളെക്കുറിച്ച് എന്താ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താണ്? നമ്മളെ കർത്താവ് രക്ഷിച്ചു. നമ്മൾ മക്കളായി തീർന്നു. നമ്മൾ ഈ ലോകത്തിന്റെ വഴിയിൽ നടന്നപ്പോൾ നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ടും കർത്താവിനെ അറിയാനായിട്ടും അങ്ങനെ കർത്താവിന്റെ മക്കളായി തീരാനും ഉള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. ഇനിയിപ്പോ എന്തോ സംഭവിക്കുന്നത്? ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ കൂടിയൊക്കെ നടക്കും. അവസാനം കർത്താവ് വരും, അല്ലെങ്കിൽ നമ്മുടെ കാലം കഴിയും. ഈ ജീവിതത്തിന് എന്താ ഒരു ലക്ഷ്യമുള്ളത്?
ഇപ്പം നമ്മളായിരിക്കുന്ന ജീവിതത്തിന് എന്താ ഒരു ലക്ഷ്യമുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. എല്ലാവരും ഞായറാഴ്ച കൂടുന്നു, ഞാൻ ഞായറാഴ്ച വരുന്നു, പാട്ട് പാടുന്നു, പാട്ട് പാടുന്നു, എണ്ണീറ്റ് നിൽക്കാൻ പറയുമ്പോൾ എണ്ണീറ്റ് നിൽക്കുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാൻ പറയുന്നു, കൈപൊക്കാൻ പറയുമ്പോൾ കൈപൊക്കാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ. എന്താ ഈ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം? അല്ലെങ്കിൽ ആ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? അതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. നമുക്കൊരു പുസ്തകമുണ്ട്. ഇത് കാര്യമാണ് നമ്മളെ ക്രിസ്തീയ കോളത്തിൽ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുസ്തകത്തിന്റെ പേര് ലിവിങ് ആസ് ജീസസ് ലിവ്, യേശു ജീവിച്ചതുപോലെ എന്നാണ് പുസ്തകത്തിന്റെ പേര്. യേശു ജീവിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ? യേശു ജീവിച്ചതുപോലെ ജീവിക്കാനാണ് ദൈവം നമ്മളെ വീണ്ടെടുത്ത് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നമ്മൾ എന്ത് വേണം? യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. അതിന് ഉപോദ്ബലകമായിട്ടാണ് ഈ വാക്യം നമ്മൾ ഉദ്ധരിക്കാറുള്ളത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനായിരിക്കത്തക്കവണ്ണം തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്, യേശു നമ്മുടെ മൂത്ത സഹോദരനാകാൻ നമ്മൾ എന്ത് വേണം? നമ്മൾ അവൻ്റെ ഇളയ സഹോദരന്മാരായി അവൻ്റെ സ്വരൂപത്തോട് അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചതും മുൻനിയമിച്ചതും എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പറയുന്നത് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ. ലിവ് ആസ് ജീസസ് ലിവ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നതാണ് നമ്മുടെ ഈ ഭൂമിയിലെ ഉത്തരവാദിത്വം. ഇതാണ് ഏകദേശം 40 വർഷം മുമ്പ് നമ്മൾ കേരളക്കരയിൽ പറഞ്ഞ് നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന വിവിധ ക്രിസ്തീയ കൂട്ടങ്ങൾ പറഞ്ഞു, അയ്യോ എന്തോ ഒരു ദുരുപദേശമാണ് ഇവർ ഈ പറയുന്നത്. യേശു ജീവിച്ച പോലെ വല്ലതും നമുക്ക് ജീവിക്കാൻ ഒക്കൂ? ശരിയല്ലേ? യേശു ജീവിച്ച പോലെ വല്ലതും നമുക്ക് ജീവിക്കാൻ ഒക്കൂ? അപ്പൊ ഇത് തെറ്റായ ഒരു പഠിപ്പീരല്ലേ? പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഇവിടെ തന്നെ പറഞ്ഞു, യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തക്കണം നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മുടെ മൂത്ത സഹോദരന്റെ ഇളയ സഹോദരങ്ങളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. പല വാക്യങ്ങൾ ഈ നിലയിലുണ്ട്. അപ്പോ ഇതെന്ന് പറയുമ്പോൾ കർത്താവ് ജീവിച്ച പോലെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോ താന് ചില അത്ഭുതങ്ങൾ ചെയ്തു, ചില അടയാളങ്ങൾ ചെയ്തു. അതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒക്കുകയില്ല. പക്ഷേ താൻ എന്താ ഈ ഭൂമിയിൽ വന്നപ്പോ ചെയ്തത്? താൻ ഈ ഭൂമിയിൽ വന്നപ്പോ നമുക്ക് തുല്യനാകാൻ വേണ്ടി താൻ ദൈവത്വത്തിന്റെ ചില അവകാശങ്ങൾ ഉരിഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ ഭൂമിയിലേക്ക് വന്നത്. അവന് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ ആ വാക്യങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം എടുത്തു പറയാനായിട്ട് സമയം ചുരുക്കം മൂലം കഴിയയില്ല. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോ അവിടുന്ന് വേണ്ടെന്ന് വെച്ച ദൈവത്വത്തിന്റെ അവകാശം എന്താ? നമുക്കിങ്ങനെ പറയാം, താൻ ഈ ഭൂമി വന്നപ്പോഴും നമുക്ക് തുല്യനാകാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. നമുക്ക് ഒരു മാതൃകയും നമുക്കൊരു മുന്നോടിയും, നമ്മുടെ മുന്നിൽ ഓടുന്ന ആള്, നമുക്ക് ആ കർത്താവിനെ മാതൃകയാക്കി നമുക്ക് ഓടാൻ കഴിയും. അങ്ങനെ ഒരാളായിട്ട് താൻ വരണമെങ്കിൽ നമ്മുടെ മനുഷ്യത്വത്തിന്റെ ചില ലിമിറ്റേഷൻസ് കർത്താവ് കൈക്കൊള്ളണമായിരുന്നു. മനുഷ്യത്വത്തിന്റെ ചില പരിമിതികൾ കൈക്കൊള്ളണമായിരുന്നു. അതുകൊണ്ട് ദൈവത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം, ദൈവത്തെ ആർക്കും എന്ത് ചെയ്യാനൊക്കുകയില്ല? പരീക്ഷിക്കാനൊക്കുകയില്ല. ദൈവത്തെ പരീക്ഷിക്കാനൊക്കുകയില്ല. ദൈവം അതിനൊക്കെ അതീതനാണ്. എന്നാൽ യേശു എന്താ? ഈ ഭൂമിയിൽ വന്ന് നമുക്ക് തുല്യമായിട്ട് ജീവിച്ചു. തന്നെ പിശാച് പരീക്ഷിച്ച രംഗങ്ങളൊക്കെ നമുക്കറിയാം. താനെ പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ പരീക്ഷിക്കപ്പെട്ടെങ്കിലും താനെ എന്ത് ചെയ്തില്ല? ഒരു നിമിഷം പോലും ആ പരീക്ഷയിൽ വീണ് താനെ പരാജയപ്പെട്ടില്ല. പരീക്ഷയിൽ വീണ് താനെ തോറ്റുപോയില്ല. താൻ പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവിടെയെല്ലാം ദൈവം തന്നെക്കുറിച്ച് ആഗ്രഹിച്ചതുപോലെ താൻ ആ പരീക്ഷയിലെല്ലാം ജയാളിയായി. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ
ചിന്ത കൊണ്ടോ മനോഭാവം കൊണ്ടോ ഒന്നും ഒരു തെറ്റുപോലും ചെയ്യാതെ ഈ മനുഷ്യ ശരീരത്തിൽ തന്നെ വന്ന് ജീവിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കാം. അപ്പോ ഒരാൾ ചോദിക്കുക, എങ്ങനെ അനുഗമിക്കും? അപ്പൊ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെപ്പോലെ പരീക്ഷിക്കപ്പെടുന്ന ഒരു ശരീരം എടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചത് അതിനു വേണ്ടിയാ. നിങ്ങൾക്കും എന്ത് ചെയ്യാം? നിങ്ങൾക്കും ഈ നിലയില് നിങ്ങൾക്കും വിജയകരമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയും. നിങ്ങൾ പാപത്തിൽ വീണും എഴുന്നേറ്റും പിന്നെ പാപത്തിൽ വീണും എഴുന്നേറ്റും ഇങ്ങനെ ഒരു ശരാശരിയിൽ താണ ജീവിതം ജീവിക്കണ്ട, വിജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ ഒക്കും എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതിന് നിങ്ങൾക്ക് മാതൃകയും മുന്നോടിയുമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ നിലയിൽ ജീവിച്ചത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഫോളോ മീ. അപ്പം നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. കാര്യം കർത്താവ് നമ്മുടെ ഇതേ ശരീരത്തിൽ വന്ന് ജീവിച്ചിട്ടും താന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനോഭാവം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു തെറ്റ് ചെയ്യാതെ പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചു. നമ്മളോട് പറയുന്നു അങ്ങനെ ജീവിക്കാം എന്ന് പറയുമ്പോ നമുക്കൊരു മാതൃകയാണ് കർത്താവ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ഈ ഭൂമിയിലെ ലക്ഷ്യം ക്രിസ്തീയതയുടെ പേരിൽ അല്ലെ വേർപെട്ട് ഇങ്ങനെ വന്നു, ഇനി കുറെ നാൾ മീറ്റിങ്ങിനൊക്കെ പോകണം, എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, അല്ലെ കുറെ നേട്ടം ഉണ്ടാക്കണം, കുറച്ച് അംഗീകാരം പിടിച്ചു പറ്റണം. ഇതല്ല ഇന്നത്തെ ക്രിസ്തീയ ലോകം, ഇന്നത്തെ വേർപെട്ട വിഭാഗങ്ങൾ പലരും ആ നിലയിൽ അങ്ങ് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നിലവാരത്തിൽ താണ ആ നിലയിൽ അങ്ങ് പോകുന്ന പലരെയുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വന്ന പ്രശ്നം അതാ. അത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? അങ്ങനെയല്ല, വിജയകരമായിട്ട് ജീവിക്കാം, യേശു ജീവിച്ചതുപോലെ ജീവിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങള് ഇത്ര വർഷം മുമ്പ് കേരളക്കരയിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പൊ കണ്ടോ, ഇപ്പം ആ കാര്യം കൂടുതൽ പ്രസക്തിയുള്ളതായി തീർന്നിരിക്കും. ഇന്ന് വേർപെട്ട പല വിഭാഗങ്ങളും നമ്മുടെ ഈ പുസ്തകങ്ങളും നമ്മുടെ ഈ ചിന്തകളും എടുത്ത് യേശു ജീവിച്ചതുപോലെ ജീവിക്കാം എന്നവരും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് അത് ജീവിതത്തിൽ എല്ലാവരും കൊണ്ടുവരാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ യൂട്യൂബിലും ഒക്കെ ആയിട്ട് വേർപെട്ട വിഭാഗങ്ങൾക്കെതിരെ വലിയ വിമർശനമായിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ട് നമ്മൾ പേടിച്ചു പോകണ്ട. നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നത്, യേശു ജീവിച്ചത് നമ്മൾ മാതൃകയാക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറ്റും? ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിൽ വീണ് പരാജയപ്പെട്ട് പാപത്തിൽ വീണ് പണം സമ്പാദിക്കാനായിട്ടും അതിൻ്റെ പുറകെ ഈ ലോകത്തിന്റെ അംഗീകാരം കിട്ടാൻ അതിൻ്റെ പിന്നാലെയും ഒക്കെ പോയി നമ്മളൊരു മറ്റു ലോകമനുഷ്യരെ പോലെ തന്നെ ഒരു ആ നിലയിലായി പോകും എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതൽ പറയുന്നത്. അതുണ്ടാകാതിരിക്കാൻ എന്ത് വേണം? യേശുവിനെ മാതൃകയാക്കുക. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ സാഹചര്യത്തിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കാര്യം തന്നെ യേശുവിനെ മാതൃകയാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 100% നമുക്ക് എപ്പോഴും വിജയം കിട്ടിയെന്ന് വരികയില്ല. നമുക്ക് ചിലപ്പോ കർത്താവിന്റെ അത്രയും ഹോൾ ഹാർട്ടഡ് അല്ലാത്തത് കൊണ്ട്, പൂർണ്ണ മനസ്കരല്ലാത്തത് കൊണ്ട് ചിലപ്പം കർത്താവിന്റെ നിലവാരം നമുക്ക് വാക്കിലോ മനോഭാവത്തിലോ പുലർത്താൻ പറ്റിയില്ല. നമ്മൾ വീണുപോയി എന്ന് വരാം. പക്ഷെ വീണുപോയാലും എന്ത് ചെയ്യാം? നമുക്ക് എഴുന്നേറ്റ് കർത്താവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുകയും കർത്താവ് അത് ക്ഷമിക്കുകയും അത് മറക്കുകയും ചെയ്ത് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മാതൃക ആരാ? യേശുവാണ് മാതൃക. യേശുവാണ് മാതൃക. അല്ലെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ നമ്മുടെ ലക്ഷ്യം ആരാണ്? യേശു ജീവിച്ചതുപോലെ അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു. ഒരു നിമിഷ നേരം പോലും അവിടുന്ന് പരാജയപ്പെട്ടു പോയില്ല. അന്നും ഈ പണവും ഈ സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യേശു പല അത്ഭുതങ്ങൾ കാണിച്ചു. അത്ഭുതങ്ങൾ കാണിച്ചിട്ട് മിക്കവരോടും പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നു, ഞാൻ സൗഖ്യമാക്കിയെന്ന് ആരോടും പോയി പറയരുത്, ആരോടും പറയരുത്. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ച് ഒരാൾക്ക് ഒരു കുഞ്ഞിന്റെ ഒരു തലവേദന ഒന്ന് മാറിയെന്ന് ആ കുഞ്ഞ് പറഞ്ഞാൽ, പിറ്റേ ആഴ്ച ആ സഹോദരൻ വരുന്ന
വരവൊന്ന് കാണണം, കോളറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്. എന്താ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതേ ഭൂമിയിൽ തന്നെ ജീവിച്ചത്. മനുഷ്യർ അംഗീകാരം ഒക്കെ താല്പര്യം ഉണ്ടാകാവുന്ന മനുഷ്യത്വത്തിന്റെ ഒരു ശരീരത്തിലാണ് കർത്താവും വന്നത്. പക്ഷെ കർത്താവ് എന്തോ ചെയ്തു? താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾ വന്നപ്പോൾ അത് വീണുപോയില്ല. ഞാനാ ഇത് ചെയ്തതെന്ന് ആരോടും പറയണ്ട എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളഞ്ഞു. പിശാച് കൊണ്ടുവന്ന പരീക്ഷകളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ജയാളിയായിട്ട് കർത്താവ് ജീവിച്ചു. ആ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ നമ്മളോട് പറയുന്നു, നമ്മളെന്താ വേണ്ടത്? നമ്മളും തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ടാണ് നമ്മളെ മുൻ നിയമിച്ചത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഓർക്കേണ്ടത്, ചിലരോടൊക്കെ ഇത് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഇതിനായിട്ടാണ് ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ സഭയുടെ ഭാഗമാക്കി നമ്മളെ നിർത്തിയിരിക്കുന്നത്. യേശു ജീവിച്ചതുപോലെ ജീവിക്കാനാണെന്ന് പറയുമ്പോൾ ചിലര് പറയും, ബ്രദറെ, അത് ചുരുക്കം ചിലർക്ക് വല്ലതും പറ്റുമായിരിക്കും. നമ്മളെ കൊണ്ടൊന്നും ഒക്കുകയില്ല. ഞങ്ങള് ചുമ്മാ രക്ഷിക്കപ്പെട്ട് ഇങ്ങനൊക്കെ വരുന്നു, എങ്ങനെയും അങ്ങ് സ്വർഗത്തിൽ പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വിജയകരമായ ജീവിതം ഒക്കെ യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, അതൊക്കെ ആരെങ്കിലും അതുപോലുള്ള കുറച്ച് വിശുദ്ധന്മാർ വല്ലതും നേടിക്കോട്ടെ. ഞങ്ങൾക്കൊന്നും അത് പറഞ്ഞിട്ടുള്ളതല്ല. നമുക്കൊന്നും അത് പറഞ്ഞിട്ടുള്ളതല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ ഈ മുൻനിയമനത്തെക്കുറിച്ച്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ മുൻനിയമനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 4 മുതൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്തോ ചെയ്തു? നമ്മളെ തെരഞ്ഞെടുത്തു. 4-ാമത്തെ വാക്യത്തിന്റെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് പറഞ്ഞത്. അതായത് നമ്മളെ ദൈവം എന്തോ ചെയ്തു? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവിടെ കണ്ടോ, തുടർന്ന് പറയുക, അവിടുന്ന് നമ്മളെ ദത്തെടുത്തു, നമ്മളെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. അപ്പോ രക്ഷിക്കപ്പെട്ട് രക്ഷയിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മളെ മുൻ നിയമിച്ചെന്ന് പറയുമ്പോൾ, ആ മുൻ നിയമിച്ചത് എന്തിനായിട്ടാണെന്നാണ് റോമർ 8:29 നമ്മൾ വായിച്ചത്. മുൻ നിയമിച്ചത് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാന്. അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാവരെ സംബന്ധിച്ചിടത്തോളം, കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച, കർത്താവിനായി ജീവിക്കാൻ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ദൈവത്തിന്റെ ചിന്ത എന്താ? എല്ലാവരും തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അതിൽ കുറഞ്ഞൊന്നല്ല, അതിൽ കുറഞ്ഞ ഒരു നിലവാരമല്ല ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ നിലവാരം നോക്കി ഓടുമ്പം ഒരുപക്ഷെ അത്രയും എത്തിയില്ലെങ്കിലും ആ ഒരു ലക്ഷ്യം ആണ് നമ്മുടെ മുമ്പിൽ വേണ്ടത്. അല്ലാതെ ഒരു മനുഷ്യനെയല്ല, സഭയുടെ മൂപ്പനെയല്ല നിങ്ങൾ മാതൃകയാക്കേണ്ട. അങ്ങനെ മാതൃകയാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ പുള്ളിയിൽ കാണുന്ന ചില തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ആകെ വിഷമിച്ചു പോകും. ഒരു മനുഷ്യനെയും മാതൃകയാക്കണ്ട, കർത്താവിനെ മാതൃകയാക്കുക, യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. ഈ ഒരു കാര്യമാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴ് ക്രിസ്തീയതയ്ക്കെതിരെ ആ നിലയിൽ ചില ദൈവദാസന്മാരുടെ വീഴ്ചകളും പാളിച്ചകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുക, നിങ്ങൾ ഇതിനെ എങ്ങനെയാ മറികടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരു മനുഷ്യനെയല്ല മാതൃകയാക്കി വെക്കുന്നത്, ഞങ്ങൾ കർത്താവിനെ തന്നെയാണ്. ആ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. ഓരോ ദിവസം ജീവിക്കുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു മനോഭാവം വരുമ്പോൾ ഒക്കെ ദൈവമേ, ഇത് അങ്ങയുടെ സ്വരൂപത്തോട് അനുരൂപമായോ? ഇല്ലെങ്കിൽ അനുദപിച്ച് അതിലേക്ക് ആയുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ വിജയകരമായ ഒരു ജീവിതത്തില് ജീവിക്കുന്നവരായി തീർന്നിരിക്കും. നമുക്ക് വായിച്ച ആ വാക്യത്തിലേക്ക് തന്നെ വരിക. അവിടെ കണ്ടോ, നമ്മള് 8:29 നമ്മൾ വായിച്ചത്. എന്താ വായിച്ചത്? കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ മുൻ നിയമിച്ചു, മുൻ നിയമിച്ചവരെ വിളിച്ചു,
വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പം മുൻനിയമിച്ചവരെ വിളിച്ചു. നമ്മൾ കണ്ടോ, നേരത്തെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് വായിച്ചു, 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. നമ്മളെ വിളിച്ചു എന്താ? വിളിച്ചു, നീതീകരിച്ചു. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ നീതീകരിച്ചു. അപ്പൊ ഈ വിളിച്ചതും നീതീകരിച്ചതും ഒക്കെ എന്തിനു വേണ്ടിയാണെന്നാണ് ഈ 30-ാം വാക്യത്തിൽ പറയുന്നത്. അതിന്റെ തൊട്ടു മുകളിൽ പറയുന്നതിനോട് ചേർത്ത് നമ്മൾ വായിക്കുമ്പം നമുക്ക് കാണാൻ കഴിയും, നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചതും നമ്മളെ നീതീകരിച്ചതും നമ്മളെ മുൻനിയമിച്ചതും ഒക്കെ എന്താ? ആത്യന്തിക ലക്ഷ്യം, പിതാവിന്റെ ലക്ഷ്യം എന്താ? ദൈവത്തിന്റെ ലക്ഷ്യം എന്താ? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല. നിങ്ങൾ കുറച്ച് ആളുകൾ മാത്രം കർത്താവ് ജീവിച്ച പോലൊക്കെ ജീവിക്കുന്ന പോലൊക്കെ ജീവിച്ചു, ഞാൻ എങ്ങനെയും ഒക്കെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോകാം, അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരും കണ്ടോ, ഇവിടെ കണ്ടോ, അതിന്റെ 30-ാം വാക്യം കൃത്യമായിട്ടാ പറഞ്ഞ്, വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ളത് ഏതിനോട് ചേർത്താ പറഞ്ഞേക്കുന്നത്? ഈ മുൻനിയമനത്തോട്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അങ്ങനെ മുൻനിയമിക്കുന്നു. ആ മുൻനിയമിച്ചവരെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ചത്. അവരെ ദത്തെടുത്തു, അവരെ മുൻനിയമിച്ചു. കണ്ടോ, അപ്പോ രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ മകനോ മകളോ ആയി തീർന്ന എല്ലാവരുടെയും ലക്ഷ്യം എന്ത് തന്നെ ആയിരിക്കണം? യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നത് തന്നെ ആയിരിക്കണം. നമ്മൾ അതിന്റെ 28-ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. 28, 29, 30 ഒന്നിച്ചു വായിക്കണേ. ഒന്നിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ സംബന്ധിച്ച ആത്യന്തിക നന്മ എന്താ, ഏറ്റവും വലിയ നന്മ എന്താ. നമുക്ക് നന്മ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ താല്പര്യം, പക്ഷെ നമ്മെ സംബന്ധിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ച് ഈ ലോകത്തിലും നിത്യതയിലുമുള്ള ഏറ്റവും വലിയ നന്മ. ഇവിടെ കുറെ പണം കിട്ടുന്നത് ചിലപ്പോൾ നന്മയായിരിക്കും, പക്ഷെ അത് നിത്യതയിൽ നന്മയല്ല. ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ഒരുപോലെ ആത്യന്തിക നന്മയാകുന്നത് എന്താ? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അതിനുവേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ വിളിച്ചതും നീതീകരിച്ചതും എന്ന് 30-ാം വാക്യം കൂടെ പറയുമ്പോ കാര്യം വളരെ വ്യക്തമായി, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനായിട്ട് ഈ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പം ഈ നിലയില് ഉള്ള പണത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങള് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. കർത്താവ് ഈ ഭൂമി ജീവിച്ചു, നമ്മുടേതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ജീവിച്ചു. പക്ഷേ കർത്താവ് ഒരിക്കലും പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേർപെട്ടു പോയില്ല. അങ്ങനെ ജീവിച്ചതിന് ശേഷം കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോ നമുക്ക് വേറൊരു മാർഗമില്ല. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിലേക്ക് മറ്റുള്ളവരെയും വിളിക്കുക. ഇന്നത്തെ വേർപെട്ട മറ്റ് പല ക്രിസ്തീയ സമൂഹങ്ങൾക്കും ഈ ഒരു കാഴ്ചപ്പാടില്ല. യേശുവിനെ ഒരു നിലവാരമാക്കണം, യേശുവിനെ മാതൃകയാക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും, അങ്ങനൊന്നും ഒക്കുകയില്ല, യേശു ദൈവപുത്രനല്ലായിരുന്നോ? ഓക്കെ, ദൈവപുത്രനാണ്. പക്ഷെ അവിടുന്ന് ഭൂമി വന്നപ്പം നമുക്ക് തുല്യനാകാൻ വേണ്ടി, നമുക്ക് മാതൃകയും മുന്നോടിയും ആകാൻ വേണ്ടി താൻ ദൈവത്വത്തിന്റെ പരീക്ഷിക്കപ്പെടാതിരിക്കാനുള്ള അവകാശം ഉരിഞ്ഞു വെച്ച് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു, എന്നാലും തോറ്റുപോകാതെ ജീവിച്ചു. അങ്ങനെ ജീവിച്ച കർത്താവിനെ നമുക്ക് പിൻഗമിക്കാം. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, പറയുന്നത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മുമ്പാകെ വിഷമിച്ചു പോകരുത് എന്നൊക്കെയാണ് ഞാൻ സഹോദരന്മാരോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം റോമർ 8:29 മാത്രമല്ല യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഗിരിപ്രഭാഷണത്തിലെ കർത്താവ് പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യം, മത്തായി 5:48. അവിടെ എന്താ പറയുന്നത്? ദൈവത്തെ പോലെ നമ്മൾ എന്തായിരിക്കണം? സൽഗുണപൂർണരായിരിക്കണം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ.
ഇംഗ്ലീഷിൽ വായിച്ചാൽ നമ്മൾ ഇച്ചിരി വിഷമിച്ചു പോകും. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്നാ, പൂർണ്ണരാകുക. അയ്യോ, പൂർണ്ണരാകാൻ ഒക്കുമോ? മലയാളത്തിൽ വന്നപ്പോ ഏതാ കുറച്ചുകൂടെ, സ്വർഗീയ പിതാവ് സൽഗുണങ്ങളില്, തന്റെ സ്വഭാവത്തില്, പെരുമാറ്റത്തില് ഒക്കെ പൂർണ്ണനായിരിക്കുന്നത് പോലെ സ്വഭാവത്തിൽ നമ്മൾ എന്താ, കർത്താവിനെ, ദൈവത്തെയും അനുകരിക്കാമെന്നാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവര്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കുക. അവിടെ നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ നിറവുകളും നിറഞ്ഞു വരാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ മക്കളാക്കി തീർത്തത്. ദൈവത്തിന്റെ എല്ലാ നിറവോളം, ആ ദൈവത്തിന്റെ എല്ലാ നിറവും ആരിൽ നമ്മൾ കാണുന്നു? യേശുവിൽ കാണുന്നു. യേശുവിനെതിരെ ആളുകള് മോശമായി പെരുമാറി. യേശു അപ്പൊ എങ്ങനെ അതിനോട് പ്രതികരിച്ചത്? യേശു ഈ ലോകത്തായിരുന്നപ്പം ഈ ലോകത്തിലെ പല കാര്യങ്ങളോട് എങ്ങനെയാ പ്രതികരിച്ചത്? ഇതെല്ലാം നമുക്ക് സുവിശേഷങ്ങളിലെ കാണാൻ കഴിയും. അപ്പൊ യേശുവിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ, യേശുവിന്റെ ജീവിതത്തെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുന്നാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അവിടുന്നാണ്. ഈ വിശ്വാസത്തിന്റെ ഓതറും ഫിനിഷറും എന്ന് വെച്ചാൽ അതിന്റെ തുടക്കം കർത്താവില. കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചപ്പോഴാണ് നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നത്. അതിന്റെ ഓതർ, തുടക്കക്കാരൻ, അതിന്റെ ഗ്രന്ഥകാരൻ. ഓതർ എന്ന് പറയുമ്പോൾ പലരും ഗ്രന്ഥകാരൻ എന്നാണല്ലോ പറയുന്നത്. ശരിയാണ്. ഈ വിശ്വാസം എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ ആരാ? കർത്താവ്. ഇത് പൂർത്തിയാക്കുന്നത് ആരാ? ഫിനിഷ് ചെയ്യുന്ന ആരാ? അതും കർത്താവ്. ആ കർത്താവിനെ തന്നെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ തന്നെ നോക്കി നമ്മൾ ഈ ഓട്ടം ഓടണമെന്ന് പറയുമ്പം അവിടെ എബ്രായർ 12:2 നമ്മളോട് 1-2 വാക്യങ്ങളിലും നമ്മളോട് പറയുന്നത് എന്താ? കർത്താവിനെ മാതൃകയാക്കാൻ ഒക്കുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മത്തായി 5:48 വായിച്ചത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മൾ സൽഗുണപൂർണരാകുക. എഫേസ്യർ 3:19 നമ്മൾ വായിച്ചത്. അവിടെ പറഞ്ഞത് ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരിക. 1 പത്രോസ് 2:21 കണ്ടോ? അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. 1 പത്രോസ് 2:21, ക്രിസ്തുവും നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. യേശുവിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. മാതൃക എന്ന വാക്ക് അവിടെ ഹൈപ്പോഗാമോസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഗ്രീക്ക് ഒന്നും അറിഞ്ഞൂടെ, ഞാൻ എവിടെയോ വായിച്ചു കേട്ടതാണ്. ഹൈപ്പോഗാമോസ് എന്നൊരു വാക്ക് അവിടെ മാതൃക. അത് പുതിയ നിയമത്തില് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ഗ്രീക്ക് വാക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നറിയാമോ? ശരിക്കുള്ള അർത്ഥം കുഞ്ഞുങ്ങളെ കോപ്പി എഴുതുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ABCD അവന്റെ കോപ്പി ബുക്കില് അത് എന്ത് ചെയ്തിട്ടുണ്ട്? കൊച്ചു കുത്തിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അവൻ എന്തോ ചെയ്യണം? അതിന്റെ ആ കുത്തുകളുടെ മേളിൽ കൂടെ പെൻസിൽ ഓടിച്ച് എന്ന് എഴുതണം, B അതുപോലെ എഴുതണം. ഈ കുത്തിട്ട് വെച്ചേക്കുന്നത് മാതൃകയാക്കുക, അത് ഹൈപ്പോഗാമോസ് ആക്കുക എന്ന് പറഞ്ഞ പോലെ യേശു ജീവിച്ചതിനെ, യേശുവിന്റെ കാൽച്ചുവടുകളെ നമ്മൾ എന്താക്കണം? ആ കാൽച്ചുവടുകളിൽ തന്നെ നമ്മളും കാൽച്ചുവട് വെച്ച് മുന്നോട്ട് പോകണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന വാക്യമാണ് 1 പത്രോസ് 2:21 വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25-ാമത്തെ വാക്യം കൂടെ ഞാൻ പറയുകയാണ്. അവിടെ എന്താ? കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യമാണ്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഗുരുവിനെ പോലെ ആകുക. ഗുരു ആരാ? നമ്മുടെ ഗുരു ആരാ? കർത്താവായ യേശു ക്രിസ്തുവ. ആ യേശുവിനെ പോലെ ആകുന്നത് നമുക്ക് മതി. അപ്പൊ യേശു കാണിച്ച അത്ഭുതങ്ങൾ വല്ലതും നമുക്ക് കാണിക്കാനൊക്കുമോ? അതൊന്നും കാണിക്കാനൊക്കുകയില്ല. അവിടുന്ന് ഭൂമി വന്നപ്പം അവിടുന്ന് ആ നിലയില് ഇവിടെ വെച്ചു അവിടുന്ന് ദൈവമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് അത്ഭുതങ്ങൾ കാണിച്ചു. എന്നാൽ നമുക്ക് തന്റെ മനുഷ്യത്വത്തെ പിന്തുടരാൻ കഴിയും. ആ മനുഷ്യത്വത്തിൽ താൻ പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ പാപത്തിൽ വീണില്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്നുള്ള വചനം ആ നിലയിലാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർണ്ണമായിട്ട് യേശുവിനെ പോലെ ആകുന്നത് എപ്പോഴാ? ഈ കഴിവുകളോടൊക്കെ എല്ലാം
യേശുവിനെ പോലെ പൂർണ്ണമായിട്ടാകുന്നത് എപ്പോഴാ? നമുക്കറിയാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നോക്കുക. 1 യോഹന്നാൻ 3-ന്റെ 2-ാമത്തെ വാക്യം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകും. കർത്താവ് രണ്ടാമത് വരുമ്പം നമ്മുടെ ഈ ശരീരത്തെ അവിടുന്ന് തേജസ്കരിച്ച് എല്ലാ നിലയിലും പൂർണ്ണമായിട്ട് കർത്താവിനെ പോലെയാക്കും. അന്നാണ് നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിനെ പോലെ ആകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ മനുഷ്യത്വത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവിനെ മാതൃകയാക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അവിടെ എന്താ നമ്മൾ കാണുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും. അവൻ തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഭാവിയിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവ് വരുമ്പോൾ. അവൻ വരുമ്പോൾ ക്രിസ്തു രക്ഷിതാവായിട്ട് വരും. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ് നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിനെ പോലെ ആകുന്നത്. ഫിലിപ്പിയർ 3-20-21, 1 യോഹന്നാൻ 3-2 ഈ 2 വാക്യങ്ങൾ ആ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ ഇന്ന് ഭൂമി ജീവിക്കുമ്പം നമ്മൾ എന്ത് വേണം? 1 യോഹന്നാൻ 2-6 കണ്ടോ? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇന്ന് നമ്മൾ ഈ ഭൂമിയിലുള്ളപ്പം യേശു നടന്നതുപോലെ യേശുവിൻ്റെ ഗുണങ്ങളെ പിന്തുടരുന്നവരായിട്ട്, ഗുരുവിനെ പോലെ പെരുമാറുന്നവരായിട്ട്, അവന്റെ കാൽച്ചുവടുകളെ മാതൃകയാക്കുന്നവരായിട്ട് നമ്മളായിരിക്കണം. 1 യോഹന്നാൻ 2-6 അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ. നമ്മളൊക്കെ അങ്ങനെ അവകാശപ്പെടുന്നത് നമ്മൾ കർത്താവിൽ വസിക്കുക. അവനിൽ വസിക്കുന്നു എന്നാണോ സഹോദര നീ പറയുന്നത്? എങ്കിൽ എന്തോ വേണം? അവൻ നടന്നതുപോലെ നടക്കണം. നടപ്പെന്ന് പറയുന്നത് എന്താ? ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിയാണ് നടപ്പ്. ഈ ലോകത്തിൽ ഓരോ ദിവസവും ജീവിക്കുന്നതിനെയാ കാണിക്കുന്നത്. അവൻ നടന്നതുപോലെ, അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം. ലിവ് ആസ് ജീസസ് ലിവ്. യേശു ജീവിച്ചതുപോലെ. അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ദൈവം നമുക്ക് തന്നിട്ടുള്ള മാതൃക ഇതാണ്. ഈ നിലയിൽ ജീവിക്കാൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ലോകത്തുള്ള വിശ്വാസത വന്നു, ഇനി കുറച്ച് പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേട്ടം ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ മാറിപ്പോകും. യേശുവിന് അങ്ങനെ ഒരു ലക്ഷ്യമില്ലായിരുന്നു. യേശുവിന് അത്യാവശ്യം ഒരിടത്ത് കരം കൊടുക്കേണ്ടി വന്നപ്പം പത്രോസിനെ വിളിച്ചു പറഞ്ഞു പോയി ചൂണ്ടയിട്ട് മീനിന്റെ വായ്ക്കകത്തു നിന്ന് ചതുർദ്രഹ്മ പണം എടുത്തു കൊടുക്കാൻ കയ്യില് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് കർത്താവ് ഇതിന്റെ പുറകെ പോയില്ല. ഇത് ഈ ലോകം കൊണ്ട് തീരുന്നതാ. ഇവിടെ താൻ രോഗികളെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു ആരോടും പറയരുത്. ഇവിടെ കുറെ അംഗീകാരം ഉണ്ടായാലും ആളുകൾ മഹാൻ എന്ന് പറഞ്ഞാലും അത് ഇവിടം കൊണ്ട് തീരുമെന്നറിയാമായിരുന്നു കർത്താവ്. അതുകൊണ്ട് പണത്തോട് ലോകത്തിന്റെ അംഗീകാരത്തോടൊക്കെ ഈ നിലയിൽ ഒരു മനോഭാവമാണ് സ്വീകരിച്ചത്. പക്ഷെ ഇന്ന് ഈ വേർപെട്ട വിഭാഗങ്ങളിലൊക്കെ പലയിടത്തും ഇന്നിപ്പൊ പിടിമുറുക്കിയിരിക്കുന്ന ഒരു തത്വചിന്തയുണ്ട്. ആ നിലയിലൊരു വേദശാസ്ത്രമുണ്ട്. അത് പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറഞ്ഞൊന്നാണ്. എന്ന് വെച്ചാൽ പ്രോസ്പെരിറ്റി നമ്മള് എന്താ അതിന്റെ ചുരുക്കം ഇങ്ങനെ, നമ്മൾ ആരുടെ മക്കളാ? നമ്മള് സ്വർഗീയ പിതാവിന്റെ മക്കള്. ആരുടെ മക്കളാ? സ്വർഗീയ പിതാവിന്റെ മക്കള്. ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ആരാ? നമ്മുടെ അപ്പനാ സൃഷ്ടിച്ചത്. ഈ സ്വർഗത്തിലെ അപ്പന് പൈസയ്ക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഈ നേട്ടങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഒന്നുമില്ല. അപ്പൻ്റെതെല്ലാം ആർക്കുള്ളതാ? നമുക്കുള്ളതാ, മക്കൾക്കുള്ളതാ. അതുകൊണ്ട് നമ്മളും ഇവിടെ ദുഃഖിച്ചും കരഞ്ഞും വിഷമിച്ചും ബുദ്ധിമുട്ടിയും ഒന്നും ജീവിക്കേണ്ട, നല്ല സമ്പന്നരായിട്ട് ജീവിക്കാനൊക്കും എന്ന സമൃദ്ധിയുടെ സുവിശേഷം ഇന്ന് പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു കഥയല്ല, നടന്ന ഒരു സംഭവം. അതായത് ഈ പ്രോസ്പെരിറ്റി തിയോളജി പറയുന്ന ഒരിടത്ത് നമ്മുടേതുപോലെ ഒരു സഹോദരൻ, എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതന്റെ ഫ്രണ്ടാണ് അദ്ദേഹം. ആ മീറ്റിങ്ങിൽ അവിടെ പോയി. അവിടെ ചെന്നപ്പം
ഇദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ആളായതുകൊണ്ട് ആ പ്രോസ്പെരിറ്റി തിയോളജി പഠിപ്പിക്കുന്ന ആ സഭയിലെ അദ്ദേഹത്തിന് ഒരു കസേര കൊടുത്തു. അദ്ദേഹം അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇവരെന്താ പ്രസംഗിക്കുന്നത്? പ്രിയമുള്ളവരെ, ആരും ദരിദ്രരായിട്ടൊന്നും ജീവിക്കണ്ട, ആരും സങ്കടപ്പെടണ്ട. നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഭണ്ഡാരത്തിൽ എന്തിനെങ്കിലും മുട്ടുണ്ടോ? ഒന്നിനും മുട്ടില്ല. നിങ്ങൾ ചോദിച്ചാൽ മതി, അപ്പ എനിക്ക് പണം വേണം, ഇത്ര ലക്ഷം വേണം, ഇത്ര കോടി വേണമെന്ന് പറഞ്ഞാൽ മതി, തരും. കർത്താവിൻ്റെതാണ് ഇതെല്ലാം എന്നെല്ലാമാണ് ഇവര് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സഹോദരൻ അവിടെ ഇരുന്ന് ഇച്ചിരി നേരം ഇങ്ങനെ ഇതെല്ലാം കേട്ടിരുന്നിട്ട് ഒടുവില് അവര് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞു. അന്നേരം ഈ സഹോദരൻ പറഞ്ഞു, ഞാന് ഇവിടെ വന്നപ്പോഴാ ഇത് കേട്ടതെന്നാണല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷെ ഞാൻ ഇത് നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ വല്ല ടേപ്പോ കാസറ്റോ മെസ്സേജോ വല്ലതും നിങ്ങൾ കേട്ടോ? ഇല്ല, നിങ്ങളുടെ മെസ്സേജും കാസറ്റും ഒന്നും കേട്ടില്ല. ഞാൻ ബൈബിളിൽ തന്നെ കേട്ടത്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവിടെ ഞാൻ ഇത് കേട്ടത്. ആ ഭാഗം വേണേ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഭാഗം വായിച്ചു കേൾപ്പിച്ചു. ലൂക്കോസ് 4:6 അവിടെ പറയുന്നത്, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കും. വെച്ചാ ഈ ലോകത്തിന്റെ പണമാകട്ടെ, അംഗീകാരമാകട്ടെ, ആകട്ടെ, അതെല്ലാം ആരുടേതാ? അതെല്ലാം എന്റേതാ. നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിനക്ക് തരാം. ഇതാ ഞാൻ ആദ്യം കേട്ടതെന്ന് പറഞ്ഞു. ഇതാരാ പറയുന്നത്? സാത്താനാ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ അധികാരി സാത്താനാ പറയുന്നത്, ഇത് ചോദ്യം ഞാൻ തരാം എന്ന് പറയുന്നത്, അല്ലാതെ കർത്താവല്ല പറയുന്നത്. അങ്ങനെ ഈ ലൂക്കോസ് 4:6 നിങ്ങളിപ്പോ പ്രസംഗിക്കുന്ന ഈ തിയോളജി ഞാൻ ആദ്യമായിട്ട് കേട്ടത് എന്ന് ആ സഹോദരൻ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർക്ക് എന്താ മറുപടി പറയേണ്ടത് എന്നറിഞ്ഞുകൂടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ നിലയിലുള്ള പല കാര്യങ്ങള് പ്രോസ്പെരിറ്റി ഒക്കെ വരുമ്പോ നമ്മൾ ഓർക്കണം, നമ്മള് ഇന്ന് ഈ കണ്ട് നാളെ ഇല്ലാതാകുന്ന പണവും ഈ നിലയിലുള്ള ആളുകളുടെ അംഗീകാരവും അല്ല പ്രധാനം. അതിനൊന്നും നിത്യതയിൽ വിലയില്ല. മറിച്ച് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അതിനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുകയും ചെയ്താൽ അതാണ് നിത്യതയിലും വിലയുള്ളത്. നമ്മളിപ്പോ എത്രയോ വാക്യങ്ങൾ വായിച്ചു, പത്രോസിൽ നമ്മൾ വായിച്ചു, യേശുവിനെ മാതൃകയാക്കുക, ആ കാഴ്ചയോട് പിന്തുടരുക. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പം നമുക്ക് വേറെ ഒരു നിലവാരമില്ല. യേശുവാണ് നമ്മുടെ നിലവാരം. ആ നിലവാരത്തിനൊപ്പമാകാൻ നമ്മൾ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. 12-ന്റെ 1-2 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അടുത്ത വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രിയപ്പെട്ടവരെ, കണ്ടോ, നമ്മൾ എന്തോ വേണം? നമ്മള് യേശുവാണ് നമ്മുടെ നിലവാരമെന്ന് പറഞ്ഞാൽ അതിനൊപ്പം വരാൻ നമ്മൾ എന്തോ വേണം? നമ്മള് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതായത് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ എന്നെ വിളിച്ചേക്കുന്നത്, പ്രൈസലോ, എന്ന് പറഞ്ഞാൽ പോരാ. നമ്മള് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പല പരീക്ഷകൾ നേരിടും. നമുക്ക് ആ പരീക്ഷകൾ വരുമ്പോ നമ്മൾ സത്യമേ പറയുള്ളൂ, സത്യസന്ധരായിരിക്കും, ഹോണസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ ആ നിലയിൽ പുതുക്കി, ആ നിലയിൽ യേശു പറഞ്ഞതുപോലെയും യേശു പെരുമാറിയതുപോലെയും പെരുമാറാനും നമ്മൾ മനസ്സിനെ പുതുക്കണം. ആ ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് വേറൊരു പഠനമുണ്ട്. അതായത് നമ്മളൊന്നും ചെയ്യണ്ട, ദൈവം എല്ലാം ചെയ്തോളും. പഴയ നിയമത്തിൽ
പഴയ നിയമത്തിൽ ഡു 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 എന്നാ കാണുന്നത്. അതേസമയം പുതിയ നിയമത്തിൽ എന്താ? ഡൺ 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 എന്നാ കാണുന്നത്. എന്ന് വെച്ചാൽ ദൈവം ചെയ്തു, ദൈവം ചെയ്തു. ഒരർത്ഥത്തിൽ അത് ശരിയാ, ദൈവം ചെയ്തു. പക്ഷെ നമ്മളത് വിശ്വാസത്താൽ അവകാശമാക്കണം. വിശ്വാസത്താൽ അവകാശമാക്കുക എന്ന് പറയുമ്പോ നമ്മൾ ആ നിലയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ മനസ്സ് പുതുക്കണം, മനസ്സ് പുതുക്കണം. ഈ ഒരു കാര്യം നമ്മുടെ ഒരു ഭാഗമാണ്. അപ്പൊ യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന് പറയുമ്പോ അവിടെ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് നമ്മൾ മനസ്സ് പുതുക്കി അതിനായിട്ട് ആഗ്രഹിച്ച് ആ നിലയിൽ പെരുമാറുമ്പോൾ ദൈവം എന്തോ ചെയ്തോളും? നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തിക്കോളും. ഈ നിലയിൽ ഈ കാര്യത്തെ കാണും. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് യോഹന്നാന്റെ സുവിശേഷം നോക്കുക, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. കർത്താവ് എവിടാ നിൽക്കുന്നത്? ലാസറിന്റെ കല്ലറയിലാ നിൽക്കുന്നത്. മരിച്ച് 4 നാളായി. 4 നാൾ കഴിഞ്ഞ് ഇവനെ എന്ത് ചെയ്യാൻ പോവുക? ഉയർപ്പിക്കാൻ പോവുക. മരിച്ച് 4 നാളായ ഒരുത്തനെ ഇന്നേ വരെ ഉയർപ്പിച്ച ചരിത്രം ലോകം ഉണ്ടായത് പിന്നെ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ആദ്യമായിട്ട് മരിച്ച് 4 നാളായി, 3 ദിവസവും കഴിഞ്ഞു. അയ്യോ, നാറ്റം വെച്ച് തുടങ്ങിയെന്ന് സ്വന്തം പെങ്ങൾ തന്നെ പറഞ്ഞു. കല്ലൊന്നും മാറ്റല്ലേ, ഇവിടെ നാറ്റം വെച്ചു, കർത്താവെ ഇനി ഒക്കുകയില്ല എന്ന് മാർത്ത തന്നെ പറഞ്ഞു. അപ്പൊ കർത്താവ് പറയാ, ഞാനിവിടെ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് പറയുക. പക്ഷെ ആ കർത്താവ് എന്താ പറഞ്ഞത്? ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആ കല്ലറയുടെ വാതുക്കൽ ഇരിക്കുന്ന കല്ലൊന്ന് ഉരുട്ടി മാറ്റ്. എടാ, ഒരു മരിച്ച് 4 ദിവസമായ ഒരുത്തരെ ഉയർപ്പിക്കുന്നതാണോ വിഷമമുള്ള കാര്യം? ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റുന്നതാണോ വിഷമമുള്ള കാര്യം? കർത്താവിന് കൽപ്പിച്ചാൽ പോരായോ? ഈ കല്ല് മാറട്ടെ എന്നൊന്ന് കൽപ്പിച്ചാൽ കല്ല് മാറും. അത് കഴിഞ്ഞിട്ട് പറയുക, ലാസറെ പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ലാസർ വരും. വെറുതെ ഈ ആളുകളെ കൊണ്ട് കല്ല് ഉരുട്ടി മാറ്റിക്കുന്നത് എന്തിനാ? അപ്പോ നമുക്കിങ്ങനെ പറയാം, കല്ല് ഉരുട്ടി മാറ്റാൻ ആരെ കൊണ്ടൊക്കും? ഈ ശിഷ്യന്മാരെ കൊണ്ടൊക്കും. അവരെ കൊണ്ടൊക്കുന്നത് അവര് ചെയ്തോണം. അതേസമയം മരിച്ച് 4 നാളായവനെ ഉയർപ്പിക്കാൻ ആരെ കൊണ്ടൊക്കുകയില്ല? ശിഷ്യന്മാരെ കൊണ്ടൊക്കുകയില്ല. അത് കർത്താവിനെ കൊണ്ടേ ഒക്കുകയുള്ളൂ. അപ്പൊ കർത്താവ് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും. പക്ഷേ ശിഷ്യന്മാര് ചെയ്യേണ്ടത് കല്ല് ഉരുട്ടി മാറ്റുക എന്നുള്ളത് അവര് ചെയ്യണം. അല്ലാതെ കല്ലൂടെ കർത്താവ് ഉരുട്ടി മാറ്റുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവര് വന്ന് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ നീയും ഗുരു ഒന്നും കരം കൊടുക്കുന്നില്ലേ? പത്രോസ് വന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ചെന്ന് ചൂണ്ടയിട്, നീ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യത്തെ മീനെ എടുക്ക്, എന്നിട്ട് അതിന്റെ വാ പൊളിച്ചു നോക്ക്. ചതുർദ്രഹ്മപ്പണം, 2 ദ്രഹ്മ നിനക്കും 2 ദ്രഹ്മ എനിക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഏതായാലും ഈ കടലിലൂടെ ഓടുന്ന ആ പ്രത്യേക മീനിന്റെ വായില് ഈ ചതുർദ്രഹ്മപ്പണം വയ്ക്കാവുന്ന ദൈവത്തിന് ഈ മീനിനെ കൂടെ പിടിക്കാൻ ഒക്കുകയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, പത്രോസെ നീ തന്നെ നീ പോയി ഒരു വലയുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ചൂണ്ടയുണ്ടാക്കി ഇട്, എന്നിട്ട് മീനെ പിടിക്ക്, എന്നിട്ട് അതിന്റെ വാ പൊളിച്ചു നോക്കുക. അപ്പൊ അത്രയും ആര് ചെയ്യണം? പത്രോസ് ചെയ്യണം. സഹോദരി, ഞാനും നീയും ചെയ്യേണ്ട കാര്യമുണ്ട്. ദൈവം ഇതെല്ലാം നമ്മളെ അങ്ങ് ആക്കിക്കോളും എന്ന് പറഞ്ഞിരിക്കുകയല്ല. സത്യം പറയേണ്ടടുത്ത് സത്യം പറയണം. കള്ളം പറയാതെ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മള് ഈ ലോകത്തെ യേശു കാണിച്ച ആ മാതൃക പ്രകാരം ജീവിക്കാൻ നമ്മളെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയെന്ന് വരാം. തോറ്റുപോയാൽ നമ്മൾ എന്ത് പറ്റി? തോറ്റുപോയി. പക്ഷെ 1 യോഹന്നാൻ നമ്മള് കാണുന്നുണ്ടല്ലോ, 3-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3:3 എന്താ? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മളെന്തോ വേണം? നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. നമുക്കൊരു വീഴ്ച പറ്റി, നമ്മൾ തോറ്റുപോയാൽ നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിച്ച് വീണ്ടും യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് വീണ്ടും നമുക്ക് ഇറങ്ങാനായിട്ടൊക്കും. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ പ്രധാന ലക്ഷ്യമായിട്ട് നമ്മൾ എടുക്കുക. മറ്റുള്ളവരോട് നമ്മൾ പറയേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ അക്കമിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, നമ്മുടെ നിലവാരം എന്ന് പറയുന്നത് ഈ ലോകത്തെ ആരുമല്ല, സഭയുടെ മൂപ്പനല്ല നമ്മുടെ നിലവാരം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന വിശ്വാസികളൊന്നുമല്ല നമ്മുടെ നിലവാരം. നമ്മുടെ നിലവാരം ആരാ? യേശു ജീവിച്ചതുപോലെ ജീവിക്കുക.
ആ ജീവിതം എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. വിളിച്ച് നീതീകരിച്ചു, തേജസ്കരിച്ചു എന്നുള്ള വാക്യം ആ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുക എന്ന് 8:29 ചേർത്ത 8:30 പറഞ്ഞതെന്നും എഫേസ്യ ലേഖനം 1:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കണമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞപ്പം ഇത് രക്ഷിക്കപ്പെട്ട എല്ലാവരും അവരുടെ ലക്ഷ്യമായിട്ട് വെക്കണം. അല്ല ചില വിശുദ്ധന്മാർ മാത്രം യേശുവിനെ പോലെ ആകുക, അങ്ങനൊന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു, നമ്മൾ പൂർണ്ണമായിട്ടും യേശുവിനെ പോലെ ആകുന്നത് നിത്യതയിലേ ഒക്കെ ഉള്ളൂ. 1 യോഹന്നാൻ 3:2 പറഞ്ഞു, നമ്മൾ കണ്ടു. നിത്യതയിലെ നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാ അർത്ഥത്തിലും ആകുകയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ എന്തോ വേണം? 1 പത്രോസ് 2:21 പറയുന്നു, നമ്മൾ ആ കോപ്പി എഴുതണം. എന്ന് വെച്ചാൽ കർത്താവ് ഒരു കാലടിപ്പാട് വെച്ചേച്ച് പോയിട്ടുണ്ട്. ആ കാലടിപ്പാടുകളിൽ ചവിട്ടി നമ്മൾ നടക്കണം. അത് നമ്മുടെ ഇന്നത്തെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ മനസ്സ് പുതുക്കണം, മനസ്സ് വയ്ക്കണം. റോമർ 12:2 നമ്മൾ മനസ്സ് പുതുക്കണം. ഈ കാര്യമാണ്. തെറ്റുപറ്റിയാലോ ആ മനസ്സ് പുതുക്കി അങ്ങനെ കാലടി വെക്കാൻ പറ്റിയില്ല, നമ്മൾ വീണുപോയാലോ? നമ്മൾ പറഞ്ഞു 1 യോഹന്നാൻ 3:3 അനുസരിച്ച് നമ്മൾ വീണ്ടും കർത്താവിന്റെ അടുത്ത് ചെന്ന് നമ്മളെ തന്നെ നിർമ്മലീകരിച്ച് വീണ്ടും യേശു നടന്നതുപോലെ നടക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പോകുമ്പം പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ നമ്മളെ മുന്നേമിച്ചതിനനുസരിച്ച് നമ്മളുടെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ആത്യന്തിക നന്മ എന്ന് നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള നന്മ, കുറച്ച് പണം കിട്ടുന്നതോ അംഗീകാരം കിട്ടുന്നതോ ഒക്കെ ഈ ലോകം കൊണ്ട് തീർന്നു പോകും. ആത്യന്തിക നന്മ എന്താ? നിത്യതയിലും നന്മയാകുന്നത് എന്താ? നമ്മൾ എത്രത്തോളം യേശുവിനെ പോലെ ആയിട്ടുണ്ടെന്നുള്ളതാണ് നിത്യതയിലും പ്രധാനമാകുന്നത്. ഇന്ന് ഈ ലോകത്ത് മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലും അല്ലെങ്കിൽ വേണ്ടതുപോലെ ഈ കാര്യം ഗൗരവമായി എടുക്കാത്ത വിശ്വാസകോളത്തിലെ ശരാശരി വിശ്വാസികളുടെ മുമ്പിലും നമുക്ക് യേശുവിന്റെ സാക്ഷ്യമാകാൻ കഴിയുന്നത് എങ്ങനെയാ? യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നവരായിരിക്കുക. ഈ ഒരു കാര്യം, ഈ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഒരു സഭയെന്നുള്ള നിലയിൽ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ പ്രത്യേകം രൂപപ്പെട്ടത്. അതുകൊണ്ട് ഇന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെ മുമ്പാകെ നമ്മൾ ചഞ്ചലിച്ചു പോകണ്ട. നമ്മൾ ഇത് നമ്മുടെ ലക്ഷ്യമായിട്ട് വെക്കുക. ഇതിനായിട്ട് ദൈവമേ നിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക, അതാണ് ആത്യന്തിക ലക്ഷ്യം വെച്ച് ഞാൻ ഓരോ ദിവസവും ആ കാൽച്ചുവടിൽ നടക്കും, അതിനായിട്ട് മനസ്സ് പുതുക്കും എന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം നമ്മെ ഈ വഴിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ. ആമേൻ.